ഇത് രാമമംഗലം പെരുംതൃക്കോവിൽ. പ്രഹ്ലാദസ്തുതിയാൽ സംപ്രീതനായി ശാന്തസ്വരൂപിയായ സാക്ഷാൽ നരസിംഹമൂർത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കുടികൊള്ളുന്ന ദേവസ്ഥാനമത്രേ രാമമംഗലം പെരുംതൃക്കോവിൽ. പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേർന്ന് ഈ നാടിന്റെ സമസ്ത ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് രാമമംഗലം പെരുംതൃക്കോവിൽ. തച്ചുശാസ്ത്രപ്രകാരം ശ്രീകോവിൽ അടക്കമുള്ള ക്ഷേത്രഗാത്രത്തിന്റെ വലിപ്പവും ഇതര പ്രത്യേകതകളുമുള്ള ക്ഷേത്രങ്ങളാണ് സാധാരണയായി പെരുംതൃക്കോവിലുകൾ എന്നറിയപ്പെടുന്നത്. അത്യപൂർവമായ പെരുംതൃക്കോവിലുകളിൽ ഒന്ന് എന്ന വിശേഷണത്തിനൊപ്പം പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായും രാമമംഗലം പെരുംതൃക്കോവിലിനെ കണക്കാക്കി വരുന്നു. ഗജാകാരമായ കൂറ്റൻ ചുറ്റുമതിൽ, ഗാംഭീര്യമിയെന്ന ആനപ്പന്തൽ, വിളക്കുമാടം, വലിയ ബലിക്കൽപുര, കൂത്തമ്പലത്തോടു കൂടിയ വലിയമ്പലം, ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ മുഖമണ്ഡപം, ഇരുനിലവട്ട ശ്രീകോവിൽ എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാവിധ അംഗോപാംഗങ്ങളും അടങ്ങിയതാണ് രാമമംഗലം പെരുംതൃക്കോവിൽ. എറണാകുളം ജില്ലയിലാണ് രാമമംഗലം പെരുംതൃക്കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവർഷം 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്ന പെരുമാൾ പരമ്പരയിലെ രണ്ടാമത്തെ രാജാവായ ചേരമാൻ പെരുമാളാണ് ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് നിഗമനം. അത്യപൂർവമായ ബാലനരസിംഹമാണ് രാമമംഗലം പെരുംതൃക്കോവിലിലെ മുഖ്യപ്രതിഷ്ഠ. പ്രധാനമൂർത്തിയായ ബാലനരസിംഹമൂർത്തി ബ്രാഹ്മണ കുടുംബത്തിന്റെ പരദൈവമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭക്തവാത്സല്യത്താൽ ശാന്തസ്വരൂപനായി മാറിയ നരസിംഹമാണ് രാമമംഗലം പെരുംതൃക്കോവിലിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ബാലനരസിംഹമൂർത്തി. നരസിംഹ അവതാരത്തെക്കുറിച്ച് ഭാഗവതം സപ്തമസ്കന്ധത്തിൽ ഇപ്രകാരം വർണ്ണിച്ചിട്ടുണ്ട്. സനകാദി മുനിശ്രേഷ്ഠന്മാരുടെ ശാപം മൂലം വിഷ്ണു പാർഷദന്മാരായ ജയവിജയന്മാർ അസുരന്മാരായി പിറന്നു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ടായിരുന്നു അവരുടെ ആദ്യ ജനനം. ഭൂമിദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ ഹിരണ്യാക്ഷനെ ഭഗവാൻ ശ്രീഹരി വരാഹമായി അവതരിച്ച് നിഗ്രഹിക്കുകയുണ്ടായി. ഹിരണ്യകശിപുവിന് അന്തകനായത് സ്വന്തം പുത്രന്റെ വിഷ്ണുഭക്തിയെ എതിർത്തതാണ്. നാരായണപ്രിയനായ മകൻ പ്രഹ്ലാദനെ ഹിരണ്യകശിപു വധിക്കും മുമ്പ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചു എന്നാണ് പുരാണം. ശ്രീഹരിയുടെ യഥാർത്ഥ ഭക്തനായി മാറിയ പ്രഹ്ലാദൻ സർവസ്വവും ശ്രീഹരിയിൽ സമർപ്പിച്ചു. ബ്രഹ്മദേവന്റെ വരബലത്താൽ ദേവലോകം പോലും കീഴടക്കി താനാണ് ഇനി എല്ലാറ്റിന്റെയും അധിപനെന്ന നിലയിൽ അഹങ്കരിച്ച ഹിരണ്യകശിപു നാരായണനാമം ഉച്ചരിക്കുന്നത് പോലും പാതകമാക്കി. നാമജപവും ധ്യാനവും പൂജയുമെല്ലാം തന്നെക്കുറിച്ച് മതിയെന്നും യാഗാദി കർമ്മങ്ങളുടെ ഹവിർഭാഗത്തിന് താനാണ് അധികാരിയെന്നും അഹങ്കരിച്ച ഹിരണ്യകശിപു തനിക്ക് വഴങ്ങാത്ത വിഷ്ണുഭക്തനായ പുത്രനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ പ്രഹ്ലാദനെ വകവരുത്തുവാനുള്ള ഹിരണ്യകശിപുവിന്റെ ശ്രമങ്ങളെല്ലാം പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തിക്ക് മുൻപിൽ നിഷ്ഫലമായി തീർന്നു. ഒടുവിൽ ഇനി പ്രഹ്ലാദനെ താൻ തന്നെ നിഗ്രഹിച്ചിട്ടു തന്നെ കാര്യം എന്ന് കണക്കാക്കി ഹിരണ്യകശിപു ഈ തൂണിലിരിക്കുന്നവൻ നിന്നെ രക്ഷിക്കുന്നത് കാണട്ടെ എന്നലറിക്കൊണ്ട് സഭാമന്ദിരത്തിലെ തൂണിന്മേൽ മുഷ്ടികൊണ്ട് കുത്തിയെന്നാണ് പുരാണം. ജ്വലിക്കുന്ന കോപത്തോടുകൂടി തൂണിൽ നിന്നും പുറത്തു ചാടിയ നരഹരി ബ്രഹ്മദേവൻ അസുരന് നൽകിയ വരബലങ്ങളെ വകവച്ചുകൊണ്ട് തന്നെ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുകയുണ്ടായി. സന്ധ്യാസമയത്ത് ഗോപുര കവാടത്തിന്റെ പടിയിലിരുന്ന് അസുരനെ തന്റെ മടിയിൽ കിടത്തി 2 കൈകളിലെയും നഖങ്ങൾ കൊണ്ട് അസുരന്റെ മാറിടം പിളർന്ന് നിഗ്രഹിക്കുകയാണ് ഉണ്ടായത്. കോപം കൊണ്ട് വിറയ്ക്കുന്ന അത്യുഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് ബ്രഹ്മദേവനും മഹാദേവനും ഇന്ദ്രാദിദേവന്മാരും ആ രൂപത്തിന്റെ മുഖത്ത് നോക്കാനാകാതെ ദൂരെ മാറി നിന്ന് പാദം കണ്ട് തൊഴുത് നമസ്കരിക്കുകയായിരുന്നു. ഒടുവിൽ ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ അവർ പ്രഹ്ലാദനെ തന്നെ ആശ്രയിച്ചു. തിരുനാമം ഉരുവിട്ടുകൊണ്ട് അടുത്തു ചെന്ന് നമസ്കരിച്ച പ്രഹ്ലാദനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഭഗവാൻ ശ്രീഹരി
വാത്സല്യ അതിരേകത്താൽ അടുത്ത് ചേർത്ത് നിർത്തി നെറുകയിൽ മുകർന്നു എന്നാണ് ഭാഗവത ഭാഷ്യം. പ്രഹ്ലാദനോടുള്ള വാത്സല്യത്താൽ കോപം മുഴുവൻ അലിഞ്ഞലിഞ്ഞു പോയി ഭഗവാൻ ശാന്തസ്വരൂപനായി മാറി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. രാമമംഗലം ദേശത്തിന് ആ നാമം സിദ്ധിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. ഈ ഗ്രാമത്തിൽ ശ്രീരാമനും അദ്ദേഹത്തിന്റെ 4 സഹോദരന്മാർക്കും ക്ഷേത്രമുണ്ടായിരുന്നതിനാലാണ് രാമമംഗലം എന്ന പേര് വരാനിടയായത് എന്നാണ് പഴമ. മാമലശ്ശേരിയിൽ ശ്രീരാമക്ഷേത്രവും മൂളക്കുളത്ത് ലക്ഷ്മണക്ഷേത്രവും മേൻമുറിയിൽ ഭരതക്ഷേത്രവും കീഴ്മുറിയിൽ ശത്രുഘ്ന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. മുഖ്യദേവൻ ബാലനരസിംഹമെങ്കിലും ഉണ്ണിഭൂതത്തിനാണ് പ്രധാന മൂർത്തിയേക്കാൾ പ്രാധാന്യം. ക്ഷേത്രം പണികഴിപ്പിച്ച ചേരമാൻ പെരുമാളാണ് ഉണ്ണിഭൂതത്തിന്റെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ഉണ്ണിഭൂതത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഇപ്രകാരമത്രേ. മുൻപ് വൈദിക ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ശ്രീലകത്ത് ബാലനരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠാക്രിയകൾ നടക്കുന്ന സമയം ക്ഷത്രിയനായ പെരുമാൾക്ക് ശ്രീകോവിലിൽ പ്രവേശനമില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തെ ക്രിയകളിൽ സംബന്ധിപ്പിക്കുക എളുപ്പമല്ലായിരുന്നു. എന്നാൽ രാജപ്രീതിക്ക് അത് കൂടിയേ കഴിയൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. അതിനാൽ പെരുമാൾക്ക് തൊട്ടു ജപിക്കാനും ക്രിയകൾ നടത്തുവാനുമായി മൂലബിംബത്തിൽ നിന്നും ഒരു ദർഭ ഓവിലൂടെ പുറത്തേക്ക് ഇട്ടുകൊടുത്തിരുന്നു. തികഞ്ഞ ശിവഭക്തനും യോഗിയുമായിരുന്ന പെരുമാൾ ഓവിന്റെ ചുവട്ടിലിരുന്ന് പ്രതിഷ്ഠാക്രിയകളിൽ തന്റെ ഭാഗം അനുഷ്ഠിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന കൊടിമരത്തെ കൂടാതെ ഉണ്ണിഭൂതത്തിന്റെ നടയിൽ ഒരു ചെറിയ കൊടിമരവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ ചെറിയ കൊടിമരത്തിന്റെ സ്ഥാപനത്തിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1992 ധ്വജപ്രതിഷ്ഠയെ പറ്റിയുള്ള ആലോചനകൾ ആരംഭിക്കുമ്പോൾ തന്നെ പെരുംതൃക്കോവിലപ്പന് ധ്വജപ്രതിഷ്ഠ നടത്തുന്നതിനോടൊപ്പം ഉണ്ണിഭൂതത്തിന് ഒരു ചെറിയ കൊടിമരവും നിർമ്മിക്കണമെന്ന് അന്നത്തെ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും തീരുമാനിച്ചിരുന്നു. കുട്ടിത്തമുള്ള ഉണ്ണിഭൂതത്തിന് കളിപ്പാട്ടം പോലെ ഒരു കൊടിമരത്തിന്റെ ചെറിയ മാതൃകയുണ്ടാക്കി ശ്രീലകത്ത് വച്ചുകൊടുക്കാനായിരുന്നു ആദ്യ ഉദ്ദേശം. എന്നാൽ ഉണ്ണിഭൂതത്തിന്റെ ഹിതം അതായിരുന്നില്ല. തനിക്ക് കളിപ്പാട്ടം പോരാ, കൊടിമരം തന്നെ വേണമെന്ന് ശ്രീഭൂതനാഥനായ ഭഗവാൻ കൊടിമരത്തിന്റെ കണക്കുകൾ തയ്യാറാക്കിയ തന്ത്ര തച്ചുശാസ്ത്രജ്ഞൻ വേഴപ്പറമ്പിനോടും അന്നത്തെ ക്ഷേത്ര ഭാരവാഹികളോടും സ്വപ്നത്തിൽ ആവശ്യപ്പെട്ടുവട്ടെ. ദേവന്റെ ഹിതം ഇതാണെന്നറിഞ്ഞപ്പോൾ ഉണ്ണിഭൂതത്തിനും ധ്വജപ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിക്കുകയും തുടർന്ന് 6.25 കോൽ ഉയരമുള്ള കുട്ടിക്കൊടിമരം ഉണ്ണിഭൂതത്തിന് സ്ഥാപിക്കുകയും ചെയ്തു. രാമമംഗലം പെരുംതൃക്കോവിലെത്തുന്ന ഏവർക്കും കൗതുകമുളവാക്കുന്നതത്രേ ഇവിടുത്തെ കൊക്കരണി. മതിൽക്കകത്ത് വടക്ക് കിഴക്കേ മൂലയിലാണ് ഇതിന്റെ സ്ഥാനം. തിരുമുറ്റത്തു നിന്നും കൊക്കരണിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രത്യേക മാർഗങ്ങളുണ്ട്. രാമമംഗലം പെരുംതൃക്കോവിലിന്റെ ചരിത്രവുമായി അനുബന്ധപ്പെട്ട് കിടക്കുന്നതത്രേ അനശ്വര സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദമാരാരും ക്ഷേത്രവുമായുള്ള ബന്ധം. 1798 രാമമംഗലത്തെ കരവട്ടയെടുത്ത് തറവാട്ടിൽ ജനിച്ച ഗോവിന്ദമാരാർ ഈ ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനായാണ് തന്റെ ജീവിതം ആരംഭിച്ചത്. രാമമംഗലം ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠയായ നരസിംഹം പടിഞ്ഞാറോട്ടും ഉണ്ണിഭൂതം വടക്കോട്ടും ദർശനമായാണ് കുടികൊള്ളുന്നത്. വട്ട ശ്രീകോവിലോട് കൂടിയ ക്ഷേത്രത്തിൽ നിത്യേന 5 പൂജയും 3 ശീവേലിയും നടത്തിവരുന്നു. 5 പൂജയിൽ എതിർത്ത പൂജ, ഉച്ചപൂജ, അത്താഴപൂജ ഇവയ്ക്ക് ശേഷം ദേവനെ എഴുന്നള്ളിച്ചുകൊണ്ട് ശീവേലി നടത്തപ്പെടുന്നു. ആഘോഷ അവസരങ്ങളിൽ ശീവേലി എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടുന്നതിനായി ദേവനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പതിവും ഇവിടെയുണ്ട്. ഉണ്ണിഭൂതത്തിന് ഉത്സവകാലത്തു മാത്രമാണ് ശീവേലി പതിവുള്ളത്. ഉത്സവകാലത്ത് നിത്യേന ഉച്ചപൂജയ്ക്ക് മുൻപായി ഉണ്ണിഭൂതത്തിന് ഒരു പൂജയുണ്ടാകും. ഇരിങ്ങാലക്കുട ആമല്ലൂർ കാവനേട്ടേക്കാണ് പെരുംതൃക്കോവിലിലെ തന്ത്രം. മുൻപ് തന്ത്രി കുടുംബത്തിലെ ഒരംഗം ക്ഷേത്ര പരിസരത്ത് താമസിച്ച് പൂജാകാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന പതിവ് ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്.
പാൽപായസമാണ് പെരുന്തൃക്കോവിലപ്പന്റെ പ്രധാന നിവേദ്യം. പാൽപായസത്തെ കൂടാതെ തിരുമുഖം ചന്ദനം ചാർത്തൽ, മുഴുക്കാപ്പ് എന്നിവയും പ്രധാന മൂർത്തിയുടെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. പെരുന്തൃക്കോവിലപ്പന്റെ കീർത്തിക്ക് നിദാനമായ ഉണ്ണിഭൂതത്തിനുള്ള ഒരു ഇഷ്ട വഴിപാടാണ് നാളികേരം തൂളിക്കൽ. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വിഘ്ന നിവാരണത്തിനും വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്തിവരുന്നത്. ഭക്തർ ഉള്ളുരുകി പ്രാർത്ഥിച്ച് നടക്കൽ വയ്ക്കുന്ന നാളികേരങ്ങൾ തിരുനടയിൽ വച്ച് തന്നെ എറിഞ്ഞുടയ്ക്കുന്നതാണ് നാളികേരം തൂളിക്കൽ എന്ന ചടങ്ങ്. സാധാരണയായി ദീപാരാധനയ്ക്ക് ശേഷമാണ് നാളികേരം തൂളിക്കൽ ചടങ്ങ് നടത്തിവരുന്നത്. എറിഞ്ഞുടയ്ക്കുന്ന നാളികേരങ്ങൾ കുട്ടികൾ ഓടി വന്ന് പെറുക്കിയെടുക്കുന്നത് ഉണ്ണിഭൂതത്തിന് വളരെ ഹിതകരമാണെന്നാണ് വിശ്വാസം. ചിന്നിച്ചിതറി തെറിച്ചു വീഴുന്ന നാളികേര കഷ്ണങ്ങൾ പെറുക്കുന്നതിനായി ഓടിയെത്തുന്നവർക്കൊപ്പം ഉണ്ണിഭൂതവും ഉണ്ടാകുമെന്ന ഒരു വിശ്വാസവും ഭക്തർക്കിടയിൽ നിലവിലുണ്ട്. നാളികേരം തൂളിക്കൽ കൂടാതെ കുന്നിക്കുരു, മഞ്ചാടിക്കുരു എന്നിവ നടക്കൽ വയ്ക്കുന്നത് ഉണ്ണിഭൂതത്തിന് ഹിതകരമായ വഴിപാടുകളാണ്. മുഖ്യദേവന്മാരായ നരസിംഹത്തെയും ഉണ്ണിഭൂതത്തെയും കൂടാതെ ഭദ്രകാളി, ശാസ്താവ്, ദുർഗ, ഭഗവതി എന്നിവർ ഉപദേവന്മാരായി പെരുന്തൃക്കോവിലിൽ കുടികൊള്ളുന്നു. മേടമാസത്തിലെ വിഷു കഴിഞ്ഞ് 4-ാം ദിനം ആറാട്ടായി വരത്തക്ക വിധം 10 ദിവസത്തെ തിരുവുത്സവം രാമമംഗലം പെരുന്തൃക്കോവിലപ്പന്റെ മുഖ്യ വിശേഷ അവസരമാണ്. തിരുവുത്സവ സമയത്ത് ശ്രീഭൂതബലി ഇവിടെ നടത്തപ്പെടുന്നു. ഉത്സവകാലത്ത് ഉത്സവ ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താന്ത്രിക ചടങ്ങായ ഉത്സവബലിയും ഇവിടെ നടത്തിവരുന്നു. ഉത്സവബലിക്കായി ദേവനെ മൂലബിംബത്തിൽ നിന്നും മൂലത്തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഉത്സവകാലത്ത് രാത്രി അത്താഴപൂജയും ശീവേലിയും കഴിഞ്ഞ് 5 പ്രദക്ഷിണത്തോടുകൂടി വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കുന്നു. ആറാട്ടിന്റെ തലേനാൾ വലിയ വിളക്കും പള്ളിവേട്ടയും നടത്തപ്പെടുന്നു. ഗ്രാമാധിപനായ ദേവൻ പരിവാരസമേതം ഗ്രാമത്തിലേക്ക് എഴുന്നള്ളി ദുഷ്ടശക്തികളെയെല്ലാം നിഗ്രഹിക്കുന്നുവെന്ന സങ്കല്പത്തിൽ നടക്കുന്ന പ്രതീകാത്മകമായ ചടങ്ങാണ് പള്ളിവേട്ട. ആറാട്ടു ദിനം പുറത്തെഴുന്നള്ളിക്കുന്ന ദേവനെ ആറാട്ടുബലിയെ തുടർന്ന് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിക്കുന്നു. അവിടെ നടക്കുന്ന ആറാട്ടു ചടങ്ങുകൾക്ക് ശേഷം ദേവനെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് കൊടിയിറക്കി ദേവചൈതന്യം ശ്രീലകത്തെ മൂലബിംബത്തിൽ ലയിപ്പിക്കുന്നതോടെ തിരുവുത്സവത്തിന് പരിസമാപ്തിയാകുന്നു. കന്നിമാസത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സരസ്വതി പൂജ, പൂജയെടുപ്പ്, വൃശ്ചികമാസത്തിൽ വാരം എന്നിവയും പെരുന്തൃക്കോവിലിൽ വിശേഷമായി കൊണ്ടാടപ്പെടുന്നു. ശാന്തസ്വരൂപിയായ പെരുന്തൃക്കോവിലപ്പന്റെ അനുഗ്രഹാശിസ്സുകൾ സ്വീകരിച്ച് മടങ്ങുമ്പോൾ ഓരോ ഭക്തനും അനുഭവവേദ്യമാകുന്നത് ഒരു ജന്മത്തിന്റെ മുഴുവൻ സാഫല്യമാണ്.